ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ നാവിന്മേൽ ദൈവം തന്ന അധികാരം പ്രവർത്തിക്കാത്തതിൻ്റെ 4 കാരണങ്ങൾ തിരുവചനാടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ദൈവവചന സന്ദേശത്തിൽ എന്തിനാണ് ദൈവം നാവിന്മേൽ അധികാരം തന്നതെന്ന് വ്യക്തമായി നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ആ സന്ദേശം അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുകയാണ്. 2-3 ദിവസങ്ങളിലായിട്ട് എൻ്റെ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാന സമയത്തും വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ടുള്ള പ്രേരണ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തിരുവചന സന്ദേശം ദൈവസന്നിധിയിലിരുന്ന് ഒരുക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു 4 കാരണങ്ങൾ, അതായത് നമ്മുടെ നാവിൽ ദൈവം തന്ന അധികാരം പ്രവർത്തിക്കാത്തതിൻ്റെ 4 കാരണങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് ചിന്തിച്ച് മുൻപോട്ട് പോവുകയാണ്. അതേസമയം തന്നെ നമ്മൾ വെറുതെ ഒരു മെസ്സേജ് കേട്ടു അല്ലെങ്കിൽ വചനം കേട്ടു എന്നുള്ളതല്ല, ഇത് കേൾക്കുമ്പോൾ തന്നെ ചില തീരുമാനങ്ങൾ കൂടി നമ്മളൊന്ന് എടുത്ത് മുമ്പോട്ട് പോയാൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. കാരണം ദൈവസന്നിധിയിൽ കേൾവിയേക്കാൾ തീരുമാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഒരു 3-4 തീരുമാനങ്ങൾ കൂടെ നമുക്ക് ഈ സമയം ദൈവസന്നിധിയിൽ എടുക്കാം. അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ അനുഗ്രഹമായി തീരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, എന്തിനാണ് ദൈവ അധികാരം നമ്മുടെ നാവിന്മേൽ ദൈവം തന്നത്. നമ്മൾ ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകും. ഞാൻ ഈ ഒരു മെസ്സേജുകൾ പോലും തുടർച്ചയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് തടസ്സങ്ങൾ, പ്രതിസന്ധികളുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞാൽ ചിലർക്കത് വിശ്വസിക്കാൻ പോലും പറ്റണമെന്നില്ല. അപ്പം അതിനെയൊക്കെ പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ചിലതിനെയൊക്കെ ശാസിച്ചും തരണം ചെയ്തുമൊക്കെയാണ് ഈ മെസ്സേജുകൾ പോലും എത്തിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ തിരുവചന സന്ദേശം അനുഗ്രഹമായി തീരുന്നു, ആത്മീക വർധനവിന് ഇടയായി തീരുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീക വർധനവ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, തടസ്സങ്ങൾ മുമ്പിൽ വരും. പക്ഷെ ഈ ഒരു തടസ്സത്തെ നമ്മൾ അതിജീവിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ കൃത്യമായും ആത്മീക അധികാരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അതിനുവേണ്ടി തന്നെയാണ് ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ദൈവവചന ചിന്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയും ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്കറിയാം, ഈ ഗവൺമെന്റിലും അല്ലെങ്കിൽ ഈ ക്രമസമാധാന പാലന ചുമതലയുള്ളവർക്ക് അധികാരം സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലേ. ഒരു ജില്ലയുടെ കളക്ടർ ആണെങ്കിൽ പോലീസ്, അതുപോലെ ഉന്നത മേഖലകളിലുള്ളവർ, അവർക്കൊക്കെ അവരുടെ കൃത്യനിർവഹണത്തോടൊപ്പം അത് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ അധികാരം അവർക്ക് കൊടുത്തിരിക്കുന്നത്? അവർ സുഗമമായി അവരുടെ പ്രവൃത്തി ചെയ്യാനായിട്ടാണ്. എന്നതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് ആത്മീക അധികാരം തന്നിട്ടുള്ളത്. പക്ഷെ പല സമയത്തും ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പച്ചന്മാര് ഒക്കെ വിശ്വാസത്തിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ നിലനിന്നിരുന്ന അപ്പച്ചന്മാര്, ഉപദേശിമാര്, അമ്മച്ചിമാര്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുമായിരുന്നു. ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, വേഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ആത്മീക അധികാരം നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഒറ്റയടിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാ എപ്പോഴും കേൾക്കുന്നതല്ലേ ഈ വിശ്വാസമില്ല എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വിശ്വാസം കിട്ടുന്നത്? എങ്ങനെയാണ് ഈ വിശ്വാസം വരുന്നത്? ഞാനത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഒരു പരിശ്രമം നടത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് വന്നിട്ടുള്ളവരിൽ എല്ലാവരിൽ നിന്ന് അവിടുന്ന് പ്രതീക്ഷിച്ചത് വിശ്വാസമുണ്ടാകണം എന്നുള്ളതായിരുന്നു. കാരണം രോഗശാന്തിക്കും ദൈവിക പ്രവർത്തികൾ സ്വീകരിക്കുന്നതിനും അവരിൽ വിശ്വാസം ഉണ്ടാകണമായിരുന്നു. വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിച്ചവരുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടം വിശ്വാസത്തിന്റെ ജീവിതത്തിൽ യാത്ര ചെയ്ത് കഴിഞ്ഞവരാണ് നമ്മളൊക്കെ, ഇല്ലേ?
പക്ഷെ നമ്മളിൽ പലപ്പോഴും ഈ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു വിശ്വാസത്തെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും? ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു മലയോട് ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ ഇത് അവിടെ നിന്ന് മാറി അത് പോകേണ്ട സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഒരു ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ട് ഞാനത് പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നു മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ഭാഗം സത്യത്തിൽ കർത്താവ് ഇത് പറഞ്ഞത് എന്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് അറിയുമോ? നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ കാണുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ഒരു അത്തിയെ ശപിച്ചു. ഈ ശപിച്ച അത്തി മുഴുവനും ഉണങ്ങിപ്പോയി. അപ്പൊ പിറ്റേന്നാള് അടുത്ത ദിവസങ്ങളിൽ അതുവഴി പോയപ്പോ ശിഷ്യന്മാർ ഈ അത്തി കണ്ടപ്പോ പറഞ്ഞു, ഗുരു, അവിടുന്ന് ശപിച്ച അത്തി മുഴുവനായിട്ട് ഉണങ്ങിപ്പോയി. അപ്പൊ ഉടനെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു മലയോട് കൽപ്പിച്ചാൽ ആ മല പോലും ഇവിടെ നിന്ന് മാറിപ്പോകുമെന്നാണ്. മല മാറിപ്പോകുമോ? ഞാൻ ഇന്ന് ആക്ഷരികമായ ഒരു മല മാറിപ്പോകുന്നതിനെ കുറിച്ച് പറയാനായിട്ടല്ല വരുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഹൃദയത്തിൽ വിശ്വാസമുള്ളവരായി, അല്ലെങ്കിൽ സംശയിക്കാതെ കൽപ്പിച്ചാൽ. കണ്ടോ? അപ്പം സംശയം പാടില്ല, വിശ്വാസം ഉണ്ടാകണം. മല മാറുമോ? ആക്ഷരികമായി മല മാറുമോ? മല മാറി ഒരുപാട് സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞിടയിൽ ഒരാൾ പറഞ്ഞു, ഒരാളുടെ വീടിന്റെ മുമ്പിൽ ഒരു വലിയ മലയായിരുന്നു. ആ മല നിമിത്തം അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ മല മാറിപ്പോട്ടെ. പിന്നീട് അതുവഴി ഒരു NH-ന്റെ പണി വന്നപ്പോൾ ഈ മല മുഴുവനും അവർ ഇടിച്ച് പൊളിച്ച് മാറ്റിക്കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആക്ഷരികമായ മലയെക്കുറിച്ചല്ല. ആത്മീകമായ അർത്ഥത്തിൽ മലകൾ പോലെയുള്ള വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിന് നേരെ വരും. അപ്പം ആ മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഹൃദയത്തിൽ വിശ്വാസം വേണം. അപ്പൊ ഈ ഹൃദയത്തിൽ എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? അതാണ് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മളിലൊന്നും സ്വയമായ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് സത്യം. അതെന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഈ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യത്തിൽ, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ വിശ്വാസത്തിന് ഈ പറയുന്ന പ്രാധാന്യമൊന്നുമില്ല. ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതാണ് അറിയുന്നത്. വിശ്വസിക്കുന്നതിന്റെ ആവശ്യമില്ല. പക്ഷെ ദൈവവചനമാണ് നമ്മിൽ നിന്ന് വിശ്വാസം ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസം എവിടെ നിന്നുണ്ടാകും? മനസ്സിലാക്കുക, ഈ വിശ്വാസം ഒരിക്കലും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്വയമായി ഉളവായി വരില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ചിലർക്ക് വിശ്വാസം കൂടുതലുണ്ട്, ചിലർക്ക് വിശ്വാസം കുറവുണ്ട്. ഞാൻ ഈ പലരെയും കർത്താവിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവരെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചിരുത്തി അവരുടെ വിഷയങ്ങളിൽ ഒന്നിച്ചു പോകുമ്പോൾ ചിലർ പറയാറുണ്ട്, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അവരോട് പറയുമ്പോൾ അവർ പറയുന്നത്, ഞാൻ ചെറുപ്പകാലം തൊട്ടേ എനിക്ക് വിശ്വാസം ഇച്ചിരി കുറവാണ്. സത്യമല്ലേ? ചിലർ പറയുന്നത് എനിക്ക് വിശ്വാസം കുറവാണ്. ചിലർക്ക് ഒരു നാച്ചുറൽ ഫെയ്ത്ത് ഉണ്ട്. അത് ഒരു പക്ഷെ കുടുംബപരമായിട്ട് കിട്ടിയതായിരിക്കാം, ജനിച്ച് വളർത്തപ്പെട്ട സാഹചര്യത്തിൽ കിട്ടിയതായിരിക്കാം. ചിലർ ഈ ഒത്തിരി ബുദ്ധിമാന്മാരും ഈ എന്താ പറയുന്നത് കുറച്ച് റീസണിങ്ങും ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് നാച്ചുറലി അവർക്ക് ഒരു കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പോലും തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് പൊതുവെ വിശ്വാസം കുറവായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ഈ വിശ്വാസത്തിന്റെ അളവിൽ ഓരോ വ്യക്തിയിലും വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് കണ്ട് നമ്മളാരും പ്രയാസപ്പെടുകയല്ല, നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടുന്നത്. വിശ്വാസം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും? കാരണം വിശ്വാസമുണ്ടെങ്കിലേ ഇത് നടക്കത്തുള്ളൂ എന്നാണ് വചനം പറയുന്നത്. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ നാവിന്മേലുള്ള അധികാരം പ്രവർത്തിക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിശ്വസിക്കാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലേ? ഓക്കെ. അപ്പം എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസം ഇവിടുന്ന് വരും. അപ്പം ഈ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് ഉരുവായി അത് വളരണമെങ്കിൽ വേർഡ് ഓഫ് ഗോഡ് വേണം, ദൈവത്തിന്റെ വചനം വേണം. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ
വളരാനായിട്ട് കഴിയത്തുള്ളൂ. എബ്രായ ലേഖനം 3-4 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പഴയ നിയമ ഇസ്രായേലിന് പറ്റിയ ഒരു പ്രശ്നം എന്താണ്? കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അവരെ പോലെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘകാലങ്ങളിലെ വിശ്വാസത്തിന്റെ യാത്രകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാനായിട്ട് പറ്റും? ദയവായിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാനൊരു 4 പോയിന്റാണ് പറഞ്ഞത്. ഈ 4 പോയിന്റിൽ ഒന്നാമത്തെ പോയിന്റിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വലിച്ചു നീട്ടുകയല്ല, കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഡെയിലി മെസ്സേജസ് ആണല്ലോ. നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഒന്നിച്ച് നമുക്കൊന്ന് യാത്ര ചെയ്ത് വരികയാണ്. ഞാൻ സ്വയമേ വിശ്വാസം കുറവുള്ള ഒരാളാണ്, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. ജനിച്ചു വളർത്തപ്പെട്ട കാലം തൊട്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ദൈവവചനത്താൽ ദൈവം ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് വിശ്വാസം അനുഭവങ്ങളിലൂടെയും വചനത്തിലൂടെയും പഠിച്ച് ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം എന്നെ നടത്തിയതിൽ നിന്നുള്ള ആത്മീക ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഇത് എവിടെങ്കിലും ഒന്നും പോയാൽ നമുക്ക് ഈ പെട്ടെന്ന് എന്താ പറയുന്നത് കിട്ടുന്ന ഒരു സംഭവമല്ല. ഇതൊട്ട് ആർക്ക് തരാനും പറ്റില്ല. അപ്പം ഒരു തീരുമാനത്തിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, 4 കാര്യങ്ങൾ. സമയം ഒത്തിരി മുമ്പോട്ട് പോകുന്നെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആക്കി പറഞ്ഞ് അതിലേക്ക് പോകാം. കേൾക്കാനായിട്ട് താല്പര്യമുള്ളവർ കേൾക്കുക, നിർബന്ധിച്ചല്ല, വലിച്ചു നീട്ടലല്ല. ദയവായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ. അപ്പം എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേട്ടവരിൽ കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചില്ല. കണ്ടോ? അപ്പൊ വചനം അവർ കേട്ടു, പക്ഷെ ആ വചനം വിശ്വാസമായി പരിണമിച്ചില്ല. പഴയ നിയമ ഇസ്രായേൽ ഇഷ്ടം പോലെ വചനം കേട്ടു, വിശ്വാസമായി പരിണമിച്ചില്ല. അങ്ങനെ അവരിൽ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടാകുകയും അവർ ദൈവത്തെ സംശയിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വിശ്വാസം വരണമെങ്കിൽ ഒന്നാമത്തേത് വചനത്തെ ഹൃദയത്തിൽ കൈക്കൊള്ളണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ യോശുവായോട് ദൈവം പറഞ്ഞത് എന്താണ്? യഹോവയാൻ ദൈവം പറഞ്ഞത് എന്താണ്? രാവും പകലും ന്യായപ്രമാണം ധ്യാനിക്കണം, നാവിന്മേൽ വചനം ഇരിക്കണം. മനസ്സിലായോ? അപ്പം ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. യിരെമ്യാവിന്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ യിരെമ്യാവിനോട് യഹോവയാം ദൈവം പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ നാവിൽ തന്നിരിക്കുന്നു, പൊളിക്കുവാനും പണിയുവാനും നിർമൂലമാക്കുവാനും ഞാൻ നിനക്ക് അധികാരം തരുന്നു. അന്നേരം യിരെമ്യാവ് പറയുകയാണ്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, എനിക്കിതിനൊന്നും കഴിവില്ല. അപ്പൊ പറഞ്ഞു, നീ ബാലനാണെന്ന് പറയരുത്, ഞാൻ അയക്കുന്നവരുടെ അരികിൽ നീ പോകണം. അപ്പൊ ദൈവം എന്തോ കൊടുത്തത്? നാവിൽ വചനം കൊടുത്തു. എന്തിനാണ് ഈ നാവിൽ വചനം കൊടുത്തത്? വചനത്തിലാണ് ശക്തി വ്യാപരിക്കുന്നത്. ഒരു തീരുമാനം നമുക്കെടുക്കാം. നമ്മൾ ധാരാളം ദൈവവചന സന്ദേശം കേൾക്കുന്നവരാണ്. ഒരു 10 മിനിറ്റെങ്കിലും 15 മിനിറ്റെങ്കിലും ബൈബിളുമായിട്ടിരുന്ന് ആ വചനത്തെ വായിച്ച് വചനത്തെ ഹൃദയത്തിലാക്കി പറ്റുമെങ്കിൽ ഒരു വാക്യം പഠിക്കുക, ആ വാക്യം ഉരുവിടുക, ആ വാക്യം സംസാരിക്കുക, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. തീർച്ചയായും ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിച്ചു തുടങ്ങും. അത് സ്വയമായി അത് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. 119 സങ്കീർത്തനം 147 വാക്യം ഞാൻ എപ്പോഴും പറയുന്ന വാക്യങ്ങളിൽ ഒന്നാണ്. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വയമായി ഒരിക്കലും നമുക്ക് ആ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പം എൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയസ്ഥമാക്കുകയും പഠിക്കുകയും അതിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും, ആ ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തോളം ശക്തിയുള്ളതാണ്. വചനം ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പോലും പറയുന്നത് എന്താ? വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ശരിക്കും കർത്താവ് പറഞ്ഞു തന്നതും തിരുവായ്മൊഴികളാണ്. അപ്പം ഈ ഒരു ദൈവ വചനത്തെ ജീവിതത്തിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഹൃദയത്തിന്റെ അകത്തുള്ള സ്വാഭാവികമായിട്ടുള്ള
സകല അവിശ്വാസങ്ങളെയും പുറത്തു തള്ളണം. വചനം അകത്തേക്ക് കയറുമ്പോൾ ഇത് പുറത്തേക്ക് തനിയെ പോകും. ഇനിയും വചനത്തിന്റെ കേൾവിയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞു, വചനം ചിലത് വഴികരികിൽ വീണു, പറവകൾ കൊത്തിക്കൊണ്ടുപോയി. ചിലത് മുള്ളിന്റെ ഇടയിൽ വീണു, മുള്ളു വളർന്നു, ഇഹലോകത്തിന്റെ ചിന്തകൾ ഞെരുക്കിക്കളഞ്ഞു. ചിലയിടത്ത് വേരില്ലാതെയായിപ്പോയി. അപ്പൊ ഇതൊക്കെ വചന ധ്യാനത്തിങ്കലും വചനം എടുക്കുന്ന സമയത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇഹലോകത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ ചിന്തകളും ഒക്കെ പല സമയങ്ങളിലും ഈ ഒരു വചനത്തെയും വിശ്വാസത്തിന്റെ പ്രവൃത്തിയെയും ഞെരുക്കി കളയുന്നത് കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ അത് നമ്മളെ സ്വാധീനിക്കാൻ സമ്മതിക്കാതെ തിരുവചനത്തെ ധ്യാനമാക്കിയെടുത്ത് ജീവിതത്തിലും ഹൃദയത്തിലും ദൈവവചനത്താൽ നമ്മൾ നിറയപ്പെട്ടാൽ, ദൈവത്തിന് സ്തോത്രം, നമുക്കറിയാം, നമ്മൾ അറിയാതെ ഒരു വലിയ വിശ്വാസം നമ്മിൽ വ്യാപരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. ഇത് അനുഭവിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അനുഭവിച്ചത് കൊണ്ടുമാണ് അത് പറയുന്നത്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. ചെറിയൊരു ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു മെസ്സേജ് നിർത്തുകയാണ്. ദയവായിട്ട് സോറി, നിങ്ങൾ ക്ഷമിക്കുക. 4 പോയിന്റ് പറയാനാണ് വന്നത്. ഈ 1ാമത്തെ പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഇത് എന്താ പറയുന്നത്, ഇത് വളരെ ദീർഘമായ ഒരു വിഷയമാണ്. കാരണം ഹൃദയത്തിൽ സംശയിക്കാതെ പറയുക എന്നാണ് യേശു പറഞ്ഞത്, ഇല്ലേ? നമ്മൾ പലപ്പോഴും പുറമെയാണ് ഈ പ്രശ്നങ്ങൾ കാണുന്നത്. അല്ല, ഹൃദയത്തിന്റെ അകത്താണ് ഇത് ഉണ്ടാകേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ കൃത്യമായി അത് നൽകട്ടെ. ആ ഒരു വചനത്തിന്റെ ശക്തി നമ്മിലേക്ക് പകരപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള അവിശ്വാസത്തെയും ഹൃദയകാഠിന്യങ്ങളെയും നമ്മളുടെ ചിന്താഗതികളെയും കോൺസെപ്റ്റുകളെയും ഈ സമൂഹം നമ്മുടെ അകത്തേക്ക് കയറ്റിയ എന്താ പറയുന്നത് ലോകപരമായ ചിന്തകളെയും ദൈവവചനം പുറത്താക്കണം. അത് സംഭവിക്കണം. തീർച്ചയായിട്ടും അത് സംഭവിക്കണം. അത് സംഭവിക്കുമോ? തീർച്ചയായിട്ടും അത് സംഭവിക്കും. അതിന്റെ അർത്ഥം ലോകത്തിൽ നിന്ന് പോകണ്ടെന്നോ, ടെക്നോളജി വേണ്ടെന്നോ, ലോകത്തിലെ ഒന്നും വിശ്വസിക്കേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, നാവിലൂടെ ദൈവവചനം പുറത്തേക്ക് വരുമ്പോൾ, ആ വചനത്തിന്റെ അധികാരം നമ്മുടെ മേൽ പകരുകയും നമ്മുടെ നാവുകൾ ദൈവത്തിന്റെ നാവ് എന്നതുപോലെ ദൈവം തൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. കാരണം ഇതൊന്നും നമ്മുടെ കഴിവല്ല, ദൈവം തരുന്ന കൃപയാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഞാൻ ഈ സന്ദേശം ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മ പൂർണ്ണതയാണ് രണ്ടാമത്തേത്. 3 തിരുഹിതപ്രകാരമുള്ള വഴികളിലെ ഈ യാത്രയാണ്. 4ാമത്തേത് വിശുദ്ധിയോടെ നമ്മുടെ അതരങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനവധി ചിന്തകൾ ദൈവത്തിന് സ്തോത്രം ഉണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ അതിന് താല്പര്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ആ തീരുമാനം? തിരുവചനം ധ്യാനിക്കുവാൻ വ്യക്തിപരമായി ഞാൻ സമയം കണ്ടെത്തും. ധാരാളം മെസ്സേജുകൾ കേൾക്കുന്നവരുണ്ട്. പവർ വിഷനില്, കൺവെൻഷനുകളില്, യൂട്യൂബുകളില് എല്ലാം നല്ലതാണ്, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കേട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.